ഹലോ ഫ്രണ്ട്സ്, ഫൈവേഴ്സ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ക്യാപ്സിക്കം പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ലഞ്ച് ബോക്സിലും പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനും അല്ലെങ്കിൽ ഡിന്നറിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ ലെഫ്റ്റ് ഓവർ റൈസസ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല കളർഫുള്ളായിട്ടുള്ള റൈസാണിത്. കണ്ടില്ലേ, വേറെ ഡെക്കറേഷൻ്റെ ആവശ്യമൊന്നുമില്ല ഇതിന്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ക്യാപ്സിക്കം പുലാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുക്കേണ്ടത്. സവാള ഒന്ന് വാടി വരട്ടെ. ഇത് ഗോൾഡൻ കളർ ആവുമൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഉള്ളി വാടാൻ ആവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബൗള് ക്യാപ്സിക്കം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ഓറഞ്ചും ഗ്രീനും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ റെഡും യെല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാ കളറുകളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു മണമാണ് ഇപ്പോൾ ക്യാപ്സിക്കത്തിൻ്റെ. വാടി വരുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയത് ഇട്ട് കൊടുക്കാം. ചെറിയ പച്ചമുളകായ കാരണം ഞാൻ 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി. 1 കപ്പ് കട്ട് ചെയ്തിട്ടുള്ള ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായി വഴറ്റി മൂപ്പിച്ചെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വാടുന്ന വരെ വഴറ്റിയെടുക്കാം. തക്കാളി ഇതിൽ നന്നായി ഉടഞ്ഞ് ചേരൊന്നും വേണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി. എല്ലാം നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ജീരകം വറുത്ത് പൊടിച്ചത്, 1/2 ടീസ്പൂണ് ബ്ലാക്ക് പെപ്പർ, 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മസാലയുടെ പച്ചമണം എല്ലാം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ റൈസ് വേവിക്കുമ്പോഴും ഉപ്പിട്ടിട്ടുണ്ട്, ഉള്ളി വഴറ്റുമ്പോഴും ഉപ്പിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ ഇതിൽ അല്പം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 2 മിനിറ്റോളം ഇതിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതിനുശേഷം 1 കപ്പ് മല്ലിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കുക. ഒരു 3 കപ്പോളം റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ക്യാപ്സിക്കം റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.